റെസ്പെക്റ്റഡ് ഗാർഡൻ പ്ലാന്റേഴ്സ്, ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഫീൽഡ് ഞാൻ കൺസൾട്ടിങ് ചെയ്യുന്ന ഫീൽഡിൽ ഒന്ന്. ഇവിടെ ഇതുവരെ 3 റൗണ്ട് കായെടുത്ത് തീർന്നിട്ട് 4ാമത് റൗണ്ട് ഇനി ഒരു ആഴ്ച കഴിഞ്ഞ് എടുക്കണം. അപ്പോൾ ഈ 3 റൗണ്ട് വരെ കിട്ടിയ ഉണക്കച്ചരക്ക് മാത്രം 700 കിലോ പെർ ഏക്കർ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തും കൂടെ ഒരു 700 പ്ലസ് കിട്ടുന്ന രീതിയിൽ ചെടി ഉണ്ട്. അതിൻ്റെ കാരണം ഇവിടുത്തെ ചെയ്യുന്ന കറക്റ്റ് ട്രീറ്റ്മെൻറ്റ്, ടൈംലി അപ്ലിക്കേഷൻ, എല്ലാ വർക്കും കറക്റ്റ് സമയത്ത് ചെയ്തു പോകുന്ന ഒരു വിഷയം. കറക്റ്റ് എറുമ്പടി, മണ്ണുപണി, മാസത്തിൽ 25 ദിവസത്തിൽ 1 മരുന്തടി, വർഷத்துக்கு 14 പ്രാവശ്യം കറക്റ്റ് ടൈംലി മരുന്തടി, ആൻഡ് 2 റൗണ്ട് സോയിൽ അപ്ലിക്കേഷൻ, ഒരു 8 റൗണ്ട് ഫോളിയാർ സ്പ്രേ, ഒരു 6 റൗണ്ട് ട്രഞ്ചിങ് ഇൻക്ലൂഡിങ് നെമറ്റോഡ് വേണ്ടി 2 പ്രാവശ്യം, ഒരു പ്രാവശ്യം സൂഡോമോണോസ് കോമ്പിനേഷൻ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്, ബാക്കി സിമ്പ് ഉണ്ടാക്കാനായിട്ട് ട്രഞ്ചിങ് ഒരു 3 പ്രാവശ്യം, ഫോളിയർ 8 പ്രാവശ്യം. അങ്ങനെ ചെയ്ത ടോട്ടൽ എക്സ്പെൻസസ് 2.5 ലക്ഷം തൊട്ട് 2.5 ലക്ഷം വരെ പെർ ഏക്കർക്ക് ചിലവാകുന്നുണ്ട്. അതായത് ഒരു ചെടിക്ക് 500 റുപ്പീസ് ചിലവാകുന്നുണ്ട്. ഇങ്ങനെ ഒരു 2.5 ലക്ഷം, മാക്സിമം 2.5 ലക്ഷം ചിലവ് ചെയ്താൽ നമുക്ക് ഒരു ചെടിയിലിരുന്ന് 3 to 4 കിലോ ഉണക്കച്ചരക്ക് നമുക്ക് എടുക്കാൻ പറ്റും. ഇത് നമുക്ക് കറക്റ്റ് ടൈംലി ചെയ്തും പോകണം. ഓക്കെ, ഒന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു 2.5 ലക്ഷം നിങ്ങൾ സ്വന്തത്തിൽ നിങ്ങളുടെ ഇഷ്ടപ്പടി ഇല്ല വിവരം അറിയാത്ത ആൾക്കാർ പറയുന്ന കൺസൾട്ടിങ് പടി നിങ്ങൾ ചെയ്യുമ്പോൾ മാക്സിമം ഒരു 2 ലക്ഷം ചെലവ് കുറവ് വരത്തില്ല. ബട്ട് ഞാൻ ചെയ്യുമ്പോൾ ഒരു 2.5 ലക്ഷം ടു 2.5 ലക്ഷം ഏക്കറിന് ഒരു 50,000 രൂപ കൂടുതൽ ചെലവ് ഞാൻ പറയുന്നത്. നിങ്ങൾ കൂടുതൽ ചെലവെന്ന് ഡോക്ടർ അഗ്രി കൺസൾട്ടിങ്, എന്നുடைய കൺസൾട്ടിങ്ങിൽ നിങ്ങൾ കൂടുതലെന്ന് പറയുന്നത് ഞാൻ സമ്മതിച്ചു. ബട്ട് കൂടുതൽ 25 to 50,000 മാത്രം. ബട്ട് റിസൾട്ട് യാരും ഇതുവരെ കുറ്റം പറയാതെ റിസൾട്ട് 1000 kg പ്ലസ് ഉണക്ക സരക്ക് പെർ ഏക്കറിലിരുന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ചെലവ് കുറച്ച് ചെയ്തിട്ട് 300 കിലോ 400 കിലോ എടുക്കുന്നത് ലാഭം അല്ല. നന്നായിട്ട് ചെലവ് ചെയ്യണം. ചെലവ് എന്ന് പറഞ്ഞാൽ മണ്ണ് കെടുക്കുന്ന വിഷയമല്ല. എന്നുடைய കൺസൾട്ടിങ്ങിൽ ചെയ്യുന്ന മെയിൻ വിഷയം ഈ റൂട്ട് ഡെവലപ്മെന്റ് 12 മാസമും വേര് ചെടിയിലെ കാണണം. അതോട് ഹെൽത്തി പ്ലാന്റ്സ്, പെസ്റ്റ് ആൻഡ് ഡിസീസ് ഇല്ലാതെ ഫ്രൂട്ട് സെറ്റിംഗ് പക്കാവായിട്ട് കൊണ്ടുപോകുന്ന മെത്തേഡ്. അതോട് നമുക്ക് ഈ മണ്ണിൽ ഹെൽത്തി സായിലും വർഷം ഹെൽത്തി സായിലും ഡെവലപ്പ് ചെയ്യുന്ന മെത്തേഡ്. ഈ മെത്തേഡ് தான் നമ്മുടെ മെയിൻ വിഷയം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടായി ചെടി വന്നിട്ട് ഇത്ര ഈൽഡ് കൊടുത്തും കൂടെ നമുക്ക് അടുത്തടുത്ത കൊല്ലം ഈ തോട്ടം കൂടുതൽ സിമ്പും ഈൽഡും ആയിക്കൊണ്ടേ വരുന്നുണ്ട്. അപ്പോ ലാസ്റ്റ് ഇയർ ഇപ്പം കാണുന്ന നിങ്ങൾ ഈ ഫീൽഡ് ലാസ്റ്റ് ഇയർ പെർ ഏക്കർ 1550 കിലോ സംതിങ് കിട്ടിയായിരുന്നു. ഈ കൊല്ലം ഇതുവരെ 700, ഇനി ഒരു 800 കിലോ കൂടെ കിട്ടാൻ കൂടുതൽ ചാൻസസ് ഉണ്ട്. അപ്പോ നമുക്ക് ഹെൽത്തി സായിൽ ഡെവലപ്പ് ആകുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു മെത്തേഡിൽ ശരി കയറി വരുന്നുണ്ട്.
ഇത് എല്ലാവരും മനസ്സിലാക്കണം. ചെലവ് കൂടുതൽ, ഡോക്ടർ അഗ്രി, ചെലവ് കൂടുതൽ അങ്ങനെ ആൾക്കാർ നമ്മളെ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ പറയുന്നുണ്ട്. ബട്ട് ഈ കറക്റ്റ് സമയത്ത് ചെയ്ത് ഈൽഡ് എടുക്കണം അല്ലേ? കൃഷിക്കാരനുடைய പണി നമുക്ക് കൂടുതൽ ഈൽഡ് എടുക്കണം, അതോട് ഹെൽത്തി സോയിൽ ആക്കണം. ഈ രണ്ട് വിഷയം നമുക്ക് കൊണ്ടുപോകുന്ന മെത്തേഡ് എന്നുடைய മെത്തേഡ്. പല ആൾക്കാർ പറയുന്നത് ചെലവ് കുറച്ച് ചെയ്യാന്ന്. അങ്ങനെ ചെലവ് കുറച്ചാ ആ ടൈമിൽ இந்த மாதிரி காய்க்கு நல்ல விலையுள்ள സമയം നമുക്ക് കായ് എടുക്കണല്ലേ, നമ്മളുടെ എക്കണോമിക്ക് കൂടണമല്ലേ? സോ നിങ്ങൾ വിലയുള്ള സമയം ചെലവ് നോക്കാതെ 2 ലക്ഷം നിങ്ങൾ ചെയ്യുന്ന ചെലവ് ഞാൻ മാറ്റി 2.5 to 2.5 വരെ ചെയ്യുന്നുണ്ട്. ഉറപ്പാണ് ഈൽഡ് എടുത്തു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ 4000 ഏക്കർക്ക് മുകളിൽ കൺസൾട്ടിങ് ചെയ്യുന്നുണ്ട്. 50% 60% ആൾക്കാർ, என்னுடைய പഴയ ആൾക്കാർക്ക് മൊത്തം ഇതുപോലെ ഈൽഡ്. പുതിയ ആൾക്കാർ ലാസ്റ്റ് ഇയർ വന്നത്, ഇപ്പം വന്ന ആൾക്കാർക്ക് മാത്രം ഇപ്പൊ പക്ക ഡെവലപ്പിംഗ് ഫീൽഡിലുണ്ട്. അവർക്ക് നെക്സ്റ്റ് ഇയർ ഉറപ്പായിട്ട് 1000 കിലോക്ക് മുകളിൽ ഈൽഡ് എടുത്ത് ഞാൻ കൊടുക്കും. സോ ഇങ്ങനെ ചെലവ് കുറച്ച് ക്വാളിറ്റി കുറച്ച് ചെയ്ത് തോട്ടത്തെ നശിപ്പിക്കേണ്ട. നല്ല ചെലവ് ചെയ്യണം, കൂടുതൽ വരുമാനം നമുക്ക് എടുക്കണം. ഓക്കെ, നിങ്ങൾ മേടിക്കുന്ന മരുന്ന് കട, നിങ്ങൾക്ക് വന്ന് കൺസൾട്ടിങ് ചെയ്യുന്ന ആൾക്കാർ ഏതെങ്കിലും പറയുവാണെങ്കിൽ, പുതിയ ഒരു പ്രോഡക്റ്റ് കയ്യിൽ എടുത്തിട്ട് ഇത് പക്ക റിസൾട്ട് എന്ന് പറയുവാണെങ്കിൽ, ആ പ്രോഡക്റ്റ് യൂസ് ചെയ്ത ഫീൽഡ് നിങ്ങൾ ടൈം ചെലവഴിച്ച് പോയി നോക്കണം. തൊട്ടടുത്ത് എവിടെ ഉണ്ടെങ്കിൽ എന്ന് ചോദിച്ചിട്ട് പോയി നോക്കണം. അതിൻ്റെ ഉണ്മ റിസൾട്ട് നിങ്ങൾ കണ്ടുപിടിച്ച് ആ പ്രോഡക്റ്റ് നിങ്ങളുടെ ഫീൽഡിൽ യൂസ് ചെയ്യണം. ചുമ്മാ പറയുന്നത് മാത്രം കേട്ടിട്ട് പൈസ കളഞ്ഞ് ഇതുപോലെ വിലയുള്ള സമയം ഈൽഡ് എടുക്കാതെ പോരുത്. അപ്പോ നിങ്ങൾക്ക് ഒരാൾ ഒരു പുതിയ സാധനം പറയുവാണെങ്കിൽ, ആ സാധനം എവിടെ ഉപയോഗിച്ചിട്ടുണ്ട്, ആ ഫീൽഡ് എങ്ങനുണ്ട്, ഡെവലപ്പിംഗ് ഉണ്ടാ, ഇല്ല ചുമ്മാ വെറും പേച്ച് മാത്രമാ, അങ്ങനെ യോജിച്ച് നിങ്ങൾ ഒരു ടൈം തൊട്ടടുത്ത് എവിടെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചിട്ട് ആ ഫീൽഡ് കണ്ടിട്ട് ആ പ്രോഡക്റ്റ് നിങ്ങൾ കയ്യിൽ എടുക്കണം. ഞാൻ ഈ നോവ കമ്പനിയുടെ പ്രോഡക്റ്റിൽ 10,000 പ്രോഡക്റ്റിക്ക് മേൽ അവരുടെ സാധനം ഉണ്ട്. ഇതുവരെ ഏലത്തിന് മാത്രം ഞാൻ ഒരു 15 to 20 സാധനം മാത്രം കയ്യിൽ എടുത്തിട്ട് 10 to 15 പ്രാവശ്യത്തിക്ക് മേലെ ട്രയൽ ഇട്ടിട്ട് പക്ക റിസൾട്ട് ഉള്ള സാധനം മാത്രം എടുത്ത് ഞാൻ അത് ഫീൽഡിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. என்னுடைய കൺസൾട്ടന്റ് ഫീൽഡിക്കും ഞാൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുത്തതിൻ്റെ റിസൾട്ട് தான் അടിപൊളി. ഞാൻ കൺസൾട്ടിങ് തുടങ്ങി 23 കൊല്ലമായി. ആ 23 കൊല്ലത്തിൽ ഞാൻ ഇപ്പോൾ ഡോക്ടർ അഗ്രി എന്ന് പറഞ്ഞ ഒരു കൺസൾട്ടിങ് സർവീസ്, ഒരു വളക്കട തുടങ്ങിയിട്ട് 5 കൊല്ലം മാത്രം. അതുവരെ 18 കൊല്ലമായിട്ട് ഞാൻ ഓൺലി കൺസൾട്ടിങ് ഫീസ് മാത്രം മേടിച്ച് ഞാൻ കൺസൾട്ടിങ് ചെയ്തായിരുന്നു. ഈ 5 കൊല്ലം മാത്രം കറക്റ്റ് സാധനം കറക്റ്റ് ടൈമിങ്ങിൽ ഫാർമർക്ക് പ്ലാന്റർക്ക് കിട്ടണമെന്ന് ഓർത്ത് ഞാൻ കട തുടങ്ങിയിട്ടുണ്ട്. സാധനം മാറാതെ കൂടുതൽ റിസൾട്ട് കിട്ടണമെന്ന് ഓർത്ത് ഞാൻ ഈ കൺസൾട്ടിങ് സർവീസ് ഈ കട തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കട തുടങ്ങിയത് തൊട്ട് ഞാൻ നോവ എടുത്ത് ഞാൻ ഫീൽഡിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ തുടങ്ങി 2 കൊല്ലം ആന പിറക് തിരിച്ച് സാധനം സൈഡ് എഫക്റ്റ് ഉണ്ടാണെന്ന് ഫുള്ള് കണ്ടുപിടിച്ചിട്ട് 2021 തൊട്ട് കട തുടങ്ങിയ ശേഷം ഞാൻ ഈ അപ്ലൈ ചെയ്തും കൂടെ പക്ക റിസൾട്ടിന് അരിഞ്ഞ ഒരു 15-20 പ്രോഡക്റ്റ് മാത്രം ഞാൻ കയ്യിൽ എടുത്തിട്ട് 2023 തൊട്ട് ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അതുവരെ ഞാൻ വീഡിയോ കൂടെ ഇട്ടിട്ടില്ല. അപ്പോൾ 2023 തൊട്ട്
23, 24, 25 ഈ 3 കൊല്ലമായിട്ട് ഞാൻ എല്ലാ ഫീൽഡിലെയും ധൈര്യമായിട്ട് ഞാൻ സപ്ലൈ ചെയ്യുന്നുണ്ട്. പക്കാ റിസൾട്ട്. മോശമുള്ള ആൾക്കാർ കൂടെ என்னுடைய ஃபீல்டு ஃபோட்டோ காணிச்சிட்டு என்னை வந்து சந்திச்சிட்டு சாதனம் மேடிச்சு கொண்டு போய் அப்ளை செய்துட்டு பக்கா ரிசல்ட் இன்னும் வர பக்கா ரிசல்ட். அப்போ ஒரு சாதனம் கரெக்ட் ரிசல்ட் கண்டுட்டு நமக்கு செய்தாலே அது சாத்தியம் ஒன்று. ஓகே, அதோடு சில ப்ராடக்ட் உண்டு. ഈ മെനറ്റോഡ് ഒരു പ്രോഡക്റ്റ്, മാരുതി ലബോറട്ടറിയുടെ മെനറ്റോഡ് ഒരു പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റ് മാക്സിമം ഈ കെമിക്കൽ സാധനം, ഈ ഫ്ലൂറോഫൈറം കെമിക്കൽ തിരിച്ച് ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ട് രണ്ടാമത് പ്രാവശ്യം നമുക്ക് അപ്ലൈ ചെയ്ത റിസൾട്ട് കമ്മിയാകും. ആ നെമറ്റോഡ്ക്ക് റെസിസ്റ്റന്റ് കൂടുതൽ കിട്ടിയിടും. നെക്സ്റ്റ്, ഒരു ബോറർക്ക് വേണ്ടി ഒരു സാധനം ചെയ്തിട്ട് ആ സാധനം തിരിച്ച് ആ ബോറർക്ക് അടുത്ത മാസമേ ചെയ്താൽ നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല. അതുപോലെ ഈ ഫ്ലൂറോഫൈറം ഈ കെമിക്കലും കൂടെ അങ്ങനെ റിസൾട്ട് രണ്ടാമത് പ്രാവശ്യം ഒളിച്ചാൽ കിട്ടത്തില്ല. ബട്ട് ഈ മെനറ്റോഡ് ഇത് ഒരു ഓർഗാനിക്, ഈ ഓർഗാനിക് പ്രോഡക്റ്റ് ഇതോടെ ക്യാരക്ടർ ഈ നെമറ്റോഡ് കൊള്ളും. നെമറ്റോടെ കളിച്ച് വളരക്കൂടിയ ബാക്ടീരിയകൾ അതിനകത്തെ ഉണ്ട്. அதோடு இதோட பவர் ரெண்டாவது மூணாவது டைம் ஒழிக்க இதோடைய ரிசல்ட் பயங்கர ஸ்ட்ராங் ஆகும். ஒரு പ്രാവശ്യം ചെയ്താൽ ഒരു 100% റിസൾട്ട് ആണെങ്കിൽ സെക്കൻഡ് ടൈം ചെയ്താൽ 150, മൂന്നാമത് ടൈം ചെയ്താൽ 200% റിസൾട്ട് കൂടെ കൂടിക്കൊണ്ടേ പോകും. ഈ മെനറ്റോഡുടെ ക്യാരക്ടർ ഞാൻ 2023 തൊട്ട് 25 വരെ ഈ 3 കൊല്ലമായിട്ട് 6 പ്രാവശ്യം, വർഷത്തിൽ 2 പ്രാവശ്യം 6 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. റിസൾട്ട് പക്ക കൂടി കിട്ടുന്നുണ്ട്. എല്ലാ ആൾക്കാർക്കും അറിയും. என்னுடைய കൺസൾട്ടന്റ് 4000 ഏക്കർ ഉള്ള ആൾക്കാർക്ക് മൊത്തം അറിയും. ഇതിൽ ഒരു 3000 ഏക്കർ ഉള്ള ആൾക്കാരിൽ ഈ വർഷമേ 1000 കിലോയ്ക്ക് മേലെ ഈൽഡ് എടുക്കുന്നുണ്ട്. അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ മാറ്റം? 5 ലക്ഷം മാത്രം പെർ ഏക്കർക്ക് ചെലവ്. ബട്ട് മിനിമം 23-24 ലക്ഷം രൂപ പൈസ കിട്ടുന്നുണ്ട്. ഈ വർഷം മാത്രം 18 to 20 ലക്ഷം വരെ പെർ ഏക്കറിന് ആദായം என்னுடைய പ്ലാന്റർക്ക് കിട്ടിയിട്ടുണ്ട്. 60-70% ആൾക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാർക്ക് ഒരു 700 കിലോ 800 കിലോ അങ്ങനെ ഈ വർഷം കിട്ടും. யாருக்கும் ஒன்று കുറവോ ഒരു 300 400 அந்த விஷயம் എവിടെയില്ല. മിനിമം 700ക്ക് മേലെ 1500 വരെ കിട്ടുന്നുണ്ട് ഈ വർഷം. ഈ നോവ കമ്പനിയുടെ പ്രോഡക്റ്റ് ഈ ബോറർ ട്രിപ്സ് കൊള്ളാനായിട്ട് ഒരു കുത്തിക്ക് മാക്സിമം ചെലവ് 400 രൂപ തൊട്ട് 425 രൂപ. അതോട് സിസ്റ്റമിക് കോണ്ടാക്ട് ഫംഗിസൈഡ് ചേർത്ത് ഒരു 750 രൂപ പെർ കുത്തിക്ക് 200 ലിറ്റർ വെള്ളത്തിക്ക് 750 രൂപ ചെലവിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോ അതുപോലെ ഫോളിയർ സ്പ്രേ, ഈ ജിങ്ക്, ബോറാൻ, മൈക്രോന്യൂട്രിയൻസ്, ആൾ NPK, பொட்டாஷ், அதோடு நல்ல ஒரு அடிப்பொலி ஹார்மோன், நல்ல பூ எடுத்துட்டு காபோல்டு ஆகுன, நாவு இறுக்கம் வராது, நல்ல ஒரு ஃப்ரெஷ்னஸ் கொடுக்குന്ന ഈ സാധനം ഹാർമോൺ ചേർത്ത് ചെയ്യുമ്പോൾ ഒരു 1100 ആവുന്നുണ്ട് ഒരു കുത്തിക്ക്. അപ്പോൾ ഇതിനെക്കാട്ടിലും ചെലവ് കുറവെന്ന് പറഞ്ഞിട്ട് ഒരു കുത്തിക്ക് ഒരു 200 രൂപ ചെലവ് കുറവ്, മരുന്നടിക്ക് 100 രൂപ ചെലവ് കുറവ്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ വർഷത്തിൽ ഒരു 8 പ്രാവശ്യം ഫോളിയർ സ്പ്രേ ചെയ്യുമ്പോൾ ഒരു കുത്തിക്ക് 200 രൂപ 250 രൂപ ചെലവാണെങ്കിൽ ഒരു 2000 രൂപ ചെലവ് ഒരു കുത്തിക്ക് ചെലവ് കുറവ്. അപ്പോൾ ഒരു 5 കുത്തി 6 കുത്തി അടിച്ചാൽ ഏക്കറിന് ഒരു 10000 രൂപ നമുക്ക് മിച്ചം, കൂടുതൽ ലാഭം. മരുന്നുക്ക് ഒരു കുത്തിക്ക് 100 രൂപ ചെലവ് കുറവെന്ന് ആൾക്കാർ പറയുമ്പോൾ അത് നമുക്ക് ഒരു വർഷത്തിൽ 14 മരുന്ന് അടിക്കുമ്പോൾ അതിൽ ഒരു 1500 രൂപ മാത്രം ലാഭമുണ്ട് അല്ലേ? അപ്പോൾ ടോട്ടലി നമുക്ക് ഒരു ഏക്കറിനെ കണക്ക് വെച്ച് നോക്കുമ്പോൾ
നമുക്ക് മൊത്തത്തിൽ ഒരു 25,000 രൂപ 30,000 രൂപ ചെലവ് മാത്രം അവർ വില കുറവെന്ന് പറയുന്ന ആൾക്കാർ ചെയ്യുന്ന ചെലവ് ഞാൻ പറയുന്നതെ കാട്ടിലും ഒരു പെർ ഏക്കർക്ക് ഒരു 25,000 രൂപ 30,000 രൂപ ചെലവ് മാത്രം കുറവ്. அதே சமயம் 30,000 രൂപ சரக்கு விலை 10 கிலோ 12 கிலோ சரக்கு மாத்திரம்தான். பட் நம்மளுடைய ഈ നോവ കെമിക്കൽ നോവ വാട്ടർ സൊല്യൂബിൾ പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് സരാസരി നിങ്ങൾ എടുക്കുന്നത് കാട്ടിലും പെർ ഏക്കർ 500-600 കിലോ കൂടുതൽ. അപ്പോൾ നിങ്ങൾ ഒരു 25,000 രൂപ പെർ ഏക്കർ ലാഭത്തെ നമുക്ക് ലാഭംന്ന് നിങ്ങൾ ഓർക്കരുത്. നിങ്ങൾക്ക് കൂടുതൽ ഈൽഡ് നമുക്ക് എടുക്കണല്ലേ. ചുമ്മാ ജസ്റ്റ് 400-500 എടുത്താൽ മാത്രം പോരാ, 1000 എടുക്കണം. മണ്ണക്കെടുக்கிற விஷயம் அல்ல. 1000 എടുക്കുന്നത് മണ്ണക്കെടുக்கிற விஷயம் அல்ல. ഒരു തട്ട ഉണ്ടായിട്ടാ ആ തട്ടയ്ക്ക് 6 മാസം വളർച്ച, 6வது മാസം അത് ചറമടിക്ക തുടങ്ങിയ പിന്നെ ഒരു 12 മാസം 1.5 കൊല്ലം മാത്രം ഒരു ചിമ്പ് നമുക്ക് നിൽക്കും. അപ്പോൾ ആ 1.5 കൊല്ലം നിൽക്കുമ്പോൾ അതിന് ഉണ്ടാന ഒരു ഈൽഡ് നമുക്ക് എടുക്കണം. ഇല്ലെങ്കിൽ ആ തട്ട നിങ്ങൾ ഒന്നും ചെയ്യാതെ അത് ഒരു ഓർഗാനിക് വടിവത്തിൽ നിങ്ങൾ ചെയ്താലും நல்ல ஒரு ஹார்மோன் வச்சு செய்தாலும் அது 1.5 കൊല്ലം മാത്രം தான் നിൽക്കും. அதுக்கு மேலே നിങ്ങൾക്ക് 10 കൊല്ലം 15 കൊല്ലം ഒരു തട്ട നിൽക്കത്തില്ല. അപ്പോൾ ഒരു തട്ട ഉണ്ടാകുന്ന സമയത്തിൽ നമുക്ക് ആ ഈൽഡ് കംപ്ലീറ്റ് എടുക്കണം അല്ലേ. ஸோ இது சாதாரண ஒரு மேட்ரு, எல்லாருக்கும் அறியும். இருந்தாலும் ഞാൻ ஒரு எக்ஸ்பிளனேஷன் கொடுக்குന്നുണ്ട് നിങ്ങൾക്ക്. ഒരു வருஷத்தில் ஒரு 25,000 രൂപ ചെലവ് കുറയ്ക്കേണ്ട, 1000 കിലോ ഈൽഡ് എടുക്കുന്ന മെത്തേഡ് ചെയ്യുക. ഇതുപോലെ വിലയുള്ള സമയത്തിലും ശരി, എപ്പോഴും 1000 രൂപ കായ്ക്ക് വില വിറ്റാലും നിങ്ങൾക്ക് ഒരു 1000 കിലോ ഈൽഡ് എടുക്കുവാണെങ്കിൽ ഒരു 10 ലക്ഷം രൂപ നമുക്ക് ആദായം വരും. ചെലവ് ഒരു 4 ലക്ഷം 5 ലക്ഷം 5 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടും. ഇതുപോലെ വിലയുള്ള സമയത്ത് നിങ്ങൾക്ക് പെർ ഏക്കർ 15 തൊട്ട് 20 ലക്ഷം വരെ പെർ ഏക്കറിന് ലാഭം കിട്ടും. സോ നിങ്ങൾ എപ്പോഴും വില നോക്കാതെ ഈൽഡ് എടുക്കണം. അപ്പോൾ ഈൽഡ് എടുക്കുമ്പോൾ നമുക്ക് ലാസ് വരത്തില്ല. ഓക്കെ, ഞാൻ എന്നോട് 25 കൊല്ലം എക്സ്പീരിയൻസിൽ ജിൻജിൻഡ കമ്പനി, ബേയർ കമ്പനി, ഇൻഡോഫിൽ കമ്പനി, MNC ആൾ കമ്പനീസ് ഞാൻ എല്ലാ സാധനം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ என்னுடைய കൺസൾട്ടിങ്ങിൽ അതെല്ലാം കൊടുക്കുന്ന കാലത്തെ ഞാൻ 300 കിലോ 400 കിലോ 500 കിലോ കഷ്ടിച്ച് എടുക്കാൻ പറ്റിയില്ല. ബട്ട് ഈ നോവ പ്രോഡക്റ്റ് വന്ന പുറയിൽ മാത്രം താൻ എന്നെ കൊണ്ട് ഒരു 900, 1000, ഇന്ന് 1500 വരെ കൂടുതൽ ഈൽഡ് എടുക്കാന ഒരു ഫുൾ സപ്പോർട്ട് ഈ കമ്പനിയുടെ ടെക്നോളജി. ബോറർ ത്രിപ്സ് കൊള്ളും, ഫംഗൽ മൊത്തം കൊള്ളും. അതോട് ഗ്രോത്ത് പ്രൊമോട്ടർ ഉണ്ടാന ഒരു എൻസൈംസും എല്ലാ കെമിക്കൽ കൂടെ കമ്പനി ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു ചെറിയ ഒരു കെമിക്കൽ സ്പ്രേ ചെയ്താൽ കൂടെ ചെടിയുടെ മാറ്റം ഭയങ്കര വ്യത്യാസം. ഇപ്പോ ഞാൻ കൺസൾട്ടിങ് 4000 ഏക്കർ ചെയ്യുന്ന ഫീൽഡ് ഇവിടെ ഒരു ഇടം മാത്രമല്ല, അടിമാലി തൊട്ട് കട്ടപ്പന, മേരികുളം, പത്തുമുറി, ജക്കുവെള്ളം, ഉടുമ്പൻചോല, പാറത്തോട്, ഇതുപോലെ ഇടുക്കി മൊത്തം ഉണ്ട്. என்னுடைய കടയ്ക്ക് വന്ന് മേടിച്ച് ചെയ്യുന്ന ആൾക്കാർ തോപ്പണാങ്കുടി തൊട്ട് വണ്ടിപ്പെരിയാർ തൊട്ട് തേങ്കാക്കൾ തൊട്ട് വരുന്ന ആൾക്കാർ, കോമ്പയാർ, എല്ലാ ആൾക്കാർക്കും എല്ലാവരും തിരിച്ച് വന്ന് മേടിച്ച് என்னுடைய കൺസൾട്ടിങ് ചെയ്യുന്നുണ്ട്. കാരണം റിസൾട്ട്, ഭയങ്കര റിസൾട്ട്. സോ നിങ്ങൾ, ഞാൻ ലാസ്റ്റ് ഫൈനൽ പറയുന്നത്, ഈ പുതിയ കമ്പനീസ് വന്നിട്ടുണ്ട്, വില കുറഞ്ഞ് കിട്ടുന്നുണ്ട്. അങ്ങനെ വില കുറഞ്ഞ് നോക്കുന്ന സമയമില്ല. അതുപോലെ ചെയ്ത് നിങ്ങളുടെ സമയത്തെ വീണാക്കരുത്. നിങ്ങളുടെ മണ്ണ്, പൊണ്ണാണ മണ്ണ്, നമ്മുടെ ഏലത്തിൻ്റെ മണ്ണ് വച്ചിട്ട് കൂടുതൽ ഈൽഡ് എടുക്കാതെ വെറുതെ കളയരുത്. ഓക്കെ, സോ നല്ല ഈൽഡ് എടുക്കണം. എല്ലാവരുடைய എക്കണോമിക്കും നന്നായിട്ട് വളരുന്ന ഒരു ആഗ്രഹത്തിൽ ഈ വീഡിയോ ഞാൻ വിട്ടിട്ടുണ്ട്. നിങ്ങൾ സൂക്ഷിച്ച്, നിങ്ങൾ കറക്റ്റ് കൃഷി ചെയ്ത്
നിങ്ങളുടെ പിള്ളേരെ എല്ലാരെയും നന്നായിട്ട് പഠിക്ക വെച്ച് നിങ്ങളുടെ പൊരുളാധാരം, നിങ്ങളുടെ എക്കോണമിക്ക് കൂടണമെന്ന് ഓർത്ത് ഞാൻ ഈ വീഡിയോ വിട്ടിട്ടുണ്ട്. താങ്ക് യു റെസ്പെക്റ്റഡ് കാർഡമം പ്ലാന്റേഴ്സ്. താങ്ക് യു.